മുൻ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്ന കേസിലും SIT അന്വേഷണം വരികയാണ്. കണ്ണൂർ MLA TO മോഹനൻ നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ആഭ്യന്തര വകുപ്പ്. കേസ് കെട്ടിച്ചമച്ചതെന്ന ആരോപണം SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും. KSU ജില്ലാ പ്രസിഡന്റ് അടക്കം 5 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിരുന്നത്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. സനിസ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ, ആ സംഭവങ്ങൾ അല്ലെങ്കിൽ തെളിവില്ല എന്നൊക്കെ പറഞ്ഞ് മടക്കിയ പലതും തുറന്ന് വീണ്ടും അന്വേഷണങ്ങൾ നടത്തി വരികയാണ് പുതിയ UDF സർക്കാർ. ഇപ്പോൾ വീണ ജോർജിനെതിരെ ഉണ്ടായ അക്രമത്തിൽ കൂടി SIT അന്വേഷണം വരുന്നു. വിവരങ്ങൾ എങ്ങനെ? ചെയ്തു അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടുന്ന മൂന്നാമത്തെ കേസാണിത്. മുൻ മന്ത്രി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിച്ചെന്ന കേസിൽ ഇപ്പോൾ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് UDF സർക്കാർ. നിലവിൽ റെയിൽവേ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ SIT നിയോഗിക്കും. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണ തലവൻ. ഫെബ്രുവരി 25-ന് നടന്ന പ്രതിഷേധത്തിനിടെ വീണ ജോർജിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്ന കേസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അടക്കം 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇവർക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിഷേധ സംഭവങ്ങളിൽ UDF സർക്കാർ പ്രഖ്യാപിക്കുന്ന മൂന്നാമത്തെ തുടരന്വേഷണമാണിത്. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ SIT രൂപീകരിച്ചുള്ള അന്വേഷണം കേസിൽ വലിയ വഴിത്തിരിവുണ്ടാക്കി. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനെതിരെ ഇൻഡിഗോ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിലും പ്രത്യേക തുടരന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. വീണ ജോർജിനെ ആക്രമിച്ച കേസ് കെട്ടിച്ചമച്ചതാണെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ MLA TO മോഹനൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ നടപടി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധത്തിനിടെ KSU പ്രവർത്തകർ ആയുധം ഉപയോഗിച്ച് മന്ത്രിക്ക് നേരെ ചാടി വീണെന്നും കഴുത്തിന് ആക്രമിച്ചെന്നുമായിരുന്നു ഗൺമാന്റെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ സമയത്ത് കേസ് എടുത്തിരുന്നത്. എന്നാൽ പിടികൂടിയ പോലീസിന് ആയുധങ്ങളൊന്നും കണ്ടെത്താനായില്ല. കണ്ണൂർ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ്